ഇന്ന് രാവിലെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഓർക്കുവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് വാട്ടിയതിന് ശേഷം നമ്മൾ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും ഇട്ട് ആ എണ്ണയിൽ കുറച്ച് ഫ്രൈ ആക്കി വരുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം, പിന്നെ കുതിർത്ത് വെച്ചേക്കുന്ന കുടംപുളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അയല മീൻ കൂടി ഇട്ടാൽ നമ്മുടെ മീൻകറി റെഡി. അയല മീൻ ഇങ്ങനെ മുളകിട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ മീനിൽ എനിക്ക് ഇത്രയും ടേസ്റ്റ് വരത്തില്ല, പക്ഷേ അയല മീൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് അയല മീൻ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, മുളക് പൊടിയെല്ലാം ഇട്ട് നല്ല ഫ്രിഡ്ജിൽ നിന്ന് കയറ്റി വെച്ചേക്കും. അതൊന്ന് വറുക്കാൻ എടുത്തു. അത് ദോശക്കല്ലിൽ എണ്ണ ഒഴിച്ച് വറുത്തു. പിന്നെ കുറേ പയറുണ്ടായിരുന്നു. പയറും സവോളയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചക്കറിയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ഇട്ട് പിന്നെ ഇച്ചിരി ആവിയിലേക്ക് വേവിച്ചിട്ട് അത് ഒന്ന് മൂപ്പിച്ച് വരുന്ന സമയത്ത് ശകലം മുളക് പൊടിയും ഇട്ട് എടുത്താൽ നമ്മുടെ മെഴുകുവരട്ടി റെഡി. അടുത്തത് രാവിലത്തെ കാപ്പിക്ക് ഗോതമ്പ് പുട്ടാണ്. അപ്പോൾ ഗോതമ്പ് ഉപ്പും കൂടി ഇട്ട് ഞാൻ കുറച്ച് മിക്സിക്കകത്ത് ഇങ്ങനെ ഓടിച്ച് കറക്കുവേ. നമ്മൾ കൈ കൊണ്ട് നിറടിയാൽ ശരിയാകത്തില്ല പുട്ട്. അപ്പം മിക്സിക്കകത്ത് എടുത്ത് നല്ലവണ്ണം ഒരു കറക്കി എടുത്താൽ നമ്മുടെ പുട്ടുമാവ് റെഡി. പിന്നെ തേങ്ങയും മാവും പുട്ടും ഒക്കെ വെച്ചാൽ നമ്മുടെ പുട്ടും റെഡി. ഒരു വശത്ത് മീൻ വെന്നുകൊണ്ടിരിക്കുക. മീൻ ഞാനൊന്ന് തിരിച്ചിടുക. ഇന്ന് രാവിലത്തെ പുട്ടും പഴവും പഞ്ചസാരയും രാവിലത്തെ കാപ്പിക്ക്. പിന്നെ ഉച്ചയ്ക്ക് മീൻകറി, മീൻ വറുത്തത്, പിന്നെ മെഴുകുവരട്ടിയും. ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.